അദ്വൈത ബോധദീപിക മനനപ്രകരണം. ഓം ശ്രീമദ് ഗുരുവേ നമ. അതിനുശേഷമുള്ളത് ആത്മാവ് സർവഗതൻ തന്നെ, സന്ദേഹമില്ല. അങ്ങനെ ആയാലും കോശങ്ങളാൽ മറയ്ക്കപ്പെട്ടു. അതിനാൽ കോശങ്ങൾക്ക് അന്തരമായിരിക്കുന്ന ആത്മാവിനെ കോശങ്ങളുടെ ഉള്ളിൽ വിചാരിച്ച് കാണണം. വേറെ ഒരിടത്തും തിരയാൻ പാടില്ല. എന്തെന്നാൽ കാണാതെ പോയ വസ്തുവിനെ എവിടെ കാണാതെ പോയോ അവിടെ തിരയേണ്ടതല്ലാതെ ഗ്രഹത്തിൽ കാണാതെ പോയ വസ്തുവിനെ വനത്തിൽ തിരഞ്ഞ് കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെ കോശങ്ങളാൽ താതാത്മ്യത്തെ പ്രാപിച്ചും കാണാതെ പോയ ആത്മാവിനെ കോശങ്ങളുടെ ഉള്ളിൽ തന്നെ തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടതാണ്. അസത്തുക്കളിൽ തിരഞ്ഞാൽ സദ്രൂപമായ ആത്മാവിനെ എങ്ങനെ കാണാമെന്നാണെങ്കിൽ അസദ്രൂപമായിരിക്കുന്ന കോശങ്ങളെ വിചാരിച്ച് തന്നെ ആത്മാവിനെ കാണണം. എന്തുകൊണ്ടെന്നാൽ സദ്രൂപമായിരിക്കുന്ന ആത്മാവിനാൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചകോശങ്ങളെ വിചാരിച്ച് നോക്കി അതുകളെ അസത്തെന്ന് നിഷേധിച്ച് അതുകൾക്കുള്ളിൽ അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവിനെ അറിയാം. ആരോപിതമായ കോശങ്ങളെ വിചാരിക്കാമൽ അധിഷ്ഠാനമായ ആത്മാവിനെ വേറെ ഒരു പ്രകാരത്തിലും പ്രാപിച്ചുകൂടാ. മോഹത്താൽ രജ്ജുവിൽ ആരോപിക്കപ്പെട്ട സർപ്പം അസത്തായാലും സർപ്പത്തെ സൂക്ഷിച്ച് വിചാരിക്കാതെ രജ്ജുവിനെ കണ്ടവരാരെങ്കിലുമുണ്ടോ? ആരോപിത സർപ്പത്തെ വിചാരിച്ച് അധിഷ്ഠാന രജ്ജുവിനെ പ്രാപിക്കാത്തവരുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ആരോപിത പഞ്ചകോശങ്ങളെ മുൻ ശ്രവണത്താൽ പരോക്ഷമായി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്ഥൂലമായി സാമാന്യമായി അറിഞ്ഞിരിക്കുന്ന അതുകളുടെ സ്വരൂപങ്ങളെ സൂക്ഷ്മബുദ്ധി കൊണ്ട് താൻ തന്നെ വിചാരിച്ച് ആലോചിച്ച് നോക്കി നല്ലവണ്ണം അനുഭവിച്ച് മുൻ ഗുരുവിനാലും ശാസ്ത്രത്തിനാലും അറിഞ്ഞിരിക്കുന്നതുകളെ പ്രത്യക്ഷമായിരിക്കുന്ന സ്ഥൂല ശരീരത്തെ അന്നമയകോശമെന്നിങ്ങനെ നല്ലവണ്ണം അറിയപ്പെടുന്നുവോ അങ്ങനെ എല്ലാവർക്കും കാണാതെ സൂക്ഷ്മമായി പ്രാണമയാദികളായിരിക്കുന്ന 4 കോശങ്ങളെയും ഗുരുശാസ്ത്ര മുഖേന അറിഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളെ കൊണ്ട് പിടിച്ചുകൊണ്ട് നല്ലവണ്ണം പ്രത്യക്ഷമായി ബുദ്ധിയാൽ അനുഭവിച്ച് ഓരോന്നോരോന്നായി നിഷേധിച്ച് പിന്നെ കോശസാക്ഷിയായി സൂക്ഷ്മമായിരിക്കുന്ന ആത്മാവിനെ വിചാരിക്കണം. ഇങ്ങനെ കോശങ്ങളെ വിചാരിച്ച് തള്ളി പിന്നെ ആത്മാവിനെ വിചാരിച്ചാൽ ആ വിചാരത്താൽ ആത്മാവ് എങ്ങനെ അറിയപ്പെടുമെന്നാൽ ഈ വിചാരമാകുന്ന മനനത്തിന് ആവരണനാശം തന്നെ ഫലം. ആകയാൽ നിരന്തരം കോശങ്ങൾക്കപ്പുറപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ ചിന്തിക്കുമ്പോൾ അവിചാരമായ അഭാനാവരണത്തെ ദഹിപ്പിച്ചു കളയും. എങ്ങനെയെന്നാൽ രജ്ജു സർപ്പത്തെ വിചാരിച്ചാൽ രജ്ജുവിനെ അറിയാൻ അയക്കാതെ മറച്ചിരുന്ന ആവരണം എങ്ങനെ നഷ്ടമായോ അതുപോലെ കോശസാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ സൂക്ഷിച്ച് വിചാരിച്ചാൽ ആത്മാവിനെ കാണുന്നില്ല, ആത്മാവ് തോന്നുന്നില്ല എന്ന് മറച്ചുകൊണ്ടിരിക്കുന്ന ആവരണം നീങ്ങിപ്പോകും. ആവരണം നഷ്ടമായ ഉടനെ സൂര്യനെ മറച്ചിരുന്ന മേഘം നീങ്ങിയാൽ സൂര്യനെ സ്ഫുടമായി കാണുന്നത് പോലെ ആത്മാവ് സ്ഫുടമായി അറിയപ്പെടും. ആകയാൽ വിചാരം മുഖ്യ ആവശ്യം തന്നെ. ഇങ്ങനെ എത്രത്തോളം വിചാരിക്കണമെന്നാൽ നഷ്ടമായ അഭാനാവരണം തിരിഞ്ഞു വരാതിരിക്കുന്നതുവരെ തന്നെ മനനത്തിന് അവധി എന്ന് ചൊല്ലപ്പെടും. ആകയാൽ ആവരണം തിരിഞ്ഞു വരാതിരിക്കുന്നതുവരെ മനനം ചെയ്യണം. നഷ്ടമായ ആവരണം തിരിഞ്ഞു വരുമോ എന്നാൽ വരുമല്ലോ. എന്തുകൊണ്ടെന്നാൽ സംശയം വരുന്നതിനാൽ വീണ്ടും വരും. ആവരണം പോയി ആത്മാവിനെ കണ്ടും വീണ്ടും സംശയം എവിടെ നിന്നുണ്ടാകുമെന്നാൽ പഞ്ചകോശത്തെയും വിചാരിച്ച് താനല്ലെന്ന് തള്ളി പിന്നെ ഇവകൾക്ക് സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ കാണുമ്പോൾ ആ ആത്മാവ് ഒന്നുമില്ലാതെ ആകാശത്തെക്കാൾ കോടി മടങ്ങ് സൂക്ഷ്മമായി ശൂന്യമായി കാണുമ്പോൾ കോശങ്ങളെ തള്ളിയാൽ നാം അല്ലയോ ഇരിക്കുമെന്നുള്ള ഭയം വരും. എന്തുകൊണ്ടെന്നാൽ സർവാതീതമായിരിക്കുന്ന ആത്മാവിങ്കൽ പ്രപഞ്ച വ്യവഹാരങ്ങൾ ഒന്നുമില്ലാതെ അതിശൂന്യമായിരിക്കുന്നതിനാൽ ആലോക്യമായി കണ്ടത് തന്നെ ആത്മാവോ അല്ലയോ, ഇത് തന്നെ ആത്മാവായാൽ നാം ഒന്നുമില്ലാതെ പോകുമോ എന്ന് നിരംശ വസ്തുവിനെ കണ്ടും അതിങ്കൽ വിശ്വാസമില്ലാതെ അസംഭാവന വരുന്നതായാൽ സംശയം വരുമല്ലോ. ആയതുകൊണ്ടും അസംഭാവന കൊണ്ടും
അസംഭാവന കൊണ്ട് ആവരണം തിരിഞ്ഞു വരും. ആകയാൽ അസംഭാവന വരാതെ പോകുന്നതിന് വേണ്ടി മനനത്തെ പിന്നെയും പിന്നെയും ചെയ്യണം. ഇങ്ങനെയാണ് പറയുന്നത്. ഇത് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ഈ ആത്മാവിനെ പറ്റി പറയുമ്പോൾ അത് എല്ലാത്തിനും ആധാരമായി അധിഷ്ഠാനമായിരിക്കുന്നു എന്നാണ്. അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവിനെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ഒന്നുകൊണ്ടും അറിയാനൊക്കില്ല. അതിന് ഒരു റീസൺ, അതിസൂക്ഷ്മമാണ്. അതിസൂക്ഷ്മമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കരണങ്ങൾക്കെല്ലാം അതിസൂക്ഷ്മത കൈവരണം ഇതിനറിയണമെങ്കിൽ. ഈ കരണത്തിൻ്റെ അശുദ്ധി എന്ന് പറയുന്നത് സൂക്ഷ്മതയില്ലായ്മയാണ്. സൂക്ഷ്മത എന്ന് വെച്ചാൽ മനസ്സിലായത് വളരെ ചെറിയൊരു ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചാലേ കേൾക്കൂ. നമുക്കറിയാവുന്നൊരു കാര്യമാണ് പറഞ്ഞത്. നമുക്കൊരു വളരെ ചെറിയൊരു കാര്യം കേൾക്കണമെങ്കിൽ, ശബ്ദം കേൾക്കണമെങ്കിൽ അന്തരീക്ഷം ബഹളാത്മകമായി നിന്ന് കേൾക്കാൻ പറ്റുമോ? ഇതുപോലെയാണ്. ഇതുപോലെ നമ്മുടെ അന്തരംഗം എന്ന് പറയുന്ന മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം, ഇത് നാല് കരണങ്ങളാണ്. ഈ 4 കരണങ്ങളും എപ്പോഴും സ്ഥൂലമായിട്ടാണ് നിൽക്കുന്നത്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ സ്ഥൂല പദാർത്ഥങ്ങളുമായിട്ട് സംബന്ധപ്പെട്ട് ആ സൂക്ഷ്മത ഇതിന് കൈവരുന്നില്ല. ഒരല്പം സൂക്ഷ്മത ഇതിന് കൈവരുന്ന സുഷുപ്തിയാണ്. എല്ലാവർക്കും അറിയാം, അവിടെ ആർക്കും ഒരാഗ്രഹങ്ങളുമില്ല. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവർ പൂർണ്ണരാണ്. അവർ വളരെ സന്തോഷമാണ്. അവർക്ക് ഒരു ദുഃഖവും അവിടെ ഇല്ല. ആരും സുഷുപ്തിയിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ഞാൻ ഇന്നലെ ദുഃഖം അനുഭവിച്ചു എന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അവിടെ ചിന്മയൻ സ്വാമിയൊക്കെ പറയുന്ന ഇതാണ്, അവിടെ രോഗിയല്ല, ആണല്ല, പെണ്ണല്ല, ധനവാനല്ല, ദരിദ്രനല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെയുള്ളത്, ഈ സുഷുപ്തിയിൽ. അപ്പോൾ സുഷുപ്തി പ്രവേശിക്കുന്നതോടുകൂടി പരിപൂർണമായ ഐഡന്റിറ്റി പോയി, നമ്മുടെ ഐഡന്റിറ്റി പോയി. അപ്പം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മഹത്തുക്കൾ ആരാഞ്ഞിട്ട് പറഞ്ഞു, മനസ്സ് റെസ്റ്റ് എടുത്തു. ഇതാണ് സംഭവം. മനസ്സ് അതിലേക്ക് പോയി ലയിച്ചു കളഞ്ഞു. ഇപ്പൊ ലയിച്ചു കളഞ്ഞപ്പോൾ മനസ്സിൽ സൂക്ഷ്മത മനസ്സിന് വന്നു എന്ന് പറയാൻ ഒക്കില്ല. അതുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ആ സുഷുപ്തി എന്ന് പറയുന്നത് നമുക്കറിയാം മനസ്സിന്റെ ലയമാണ്. മനസ്സിന്റെ 3 അവസ്ഥയാണ് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ മനസ്സിനെ കൊണ്ട് തന്നെയാണ് 3 അവസ്ഥകളും ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ജാഗ്രം വന്നു, കുറച്ചു നേരം അതിൽ വ്യവഹരിച്ചു, ക്ഷീണിച്ചു, ഉറങ്ങാൻ പോയി. ഉറങ്ങിയപ്പോൾ സ്വപ്നം ഉണ്ടായി. അതും കുറച്ച് കഴിയുമ്പോൾ അതും ക്ഷീണിക്കുമെന്നാണ് പറയുന്നത്. അതിലും കാണുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ജീവൻ ദുഃഖത്തിൽ ഏർപ്പെടും. സന്തോഷമുള്ള കാര്യങ്ങളും ദുഃഖമുള്ള കാര്യങ്ങളും സ്വപ്നത്തിൽ കാണും. പാമ്പ് ഓടിക്കുന്നു പറഞ്ഞാൽ ദുഃഖമല്ലേ? അതേസമയം നിധി കിട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ? ഏത് രൂപത്തിലായാലും മനസ്സ് അവിടെയും ഇളകുക എന്ന് പറഞ്ഞാൽ ആ സൂക്ഷ്മത മനസ്സിന് കൈവരാനായിട്ട് പറ്റുന്നില്ല. ഇനി സൂക്ഷ്മത അല്പം കൈവന്നു വരുന്ന ഇതിൽ അത് ലയിച്ചും പോകും. എങ്ങനെ? സുഷുപ്തിയിൽ മാണ്ടുപോയി, അതങ്ങ് ഇല്ലാതായി. ഇവിടെ നമുക്ക് വേണ്ടത് ഈ മനസ്സ് സൂക്ഷ്മപ്പെട്ട് വരണം. അതിന് അവർ പറയുന്നു, ലോകവിഷയങ്ങൾ സത്യമെന്നുള്ള ബുദ്ധി ഇരിക്കുന്ന കാലം വരെ ഈ മനസ്സ് ഇതിലേതിലെങ്കിലും ഭ്രമിച്ചു നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് വാസ്തവ സ്വഭാവത്തെ ശ്രുതി പറഞ്ഞു കൊടുത്തു. എന്താണ് വാസ്തവം എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിലുള്ളത് ആത്മാവ് മാത്രം. ഈ ആത്മാവിൽ തോന്നുന്ന കാര്യങ്ങളായിട്ടാണ് ഈ ദേഹാദി പ്രപഞ്ചം ഇരിക്കുന്നത്. അത് തോന്നുന്ന കാര്യമെന്ന് പറഞ്ഞിട്ട് അവർ വെറുതെ ബ്ലാങ്ക് ആയിട്ട് പറയുകയല്ല ചെയ്തത്. നിങ്ങൾ തന്നെ നോക്കിക്കോ, ഈ ശരീരം എപ്പോഴും തോന്നുന്നുണ്ടോ? ഈ സ്ഥൂല ശരീരം. സുഷുപ്തി വന്ന ആളുകൾ പറഞ്ഞു, രോഗിയല്ല, വൃദ്ധനല്ല, ആണല്ല, പെണ്ണല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഐഡന്റിറ്റി ഇല്ല. മനസ്സിലായില്ലേ? അപ്പം ഈ പറയുന്നതെല്ലാം കുറച്ച് സമയം തോന്നി, അത് കഴിഞ്ഞ് ഇല്ലാതാവും. ഇവർ പറഞ്ഞ എത്ര ശരി?
വാസ്തവത്തിൽ ആത്മാവ് ഉള്ളവനായ ആത്മാവ് ഒരിക്കലും ഉദയാസ്തമനങ്ങളില്ലാതെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇതിലും മറ്റതെല്ലാം വരികയും പോവുകയും ചെയ്യുന്നതിന് നമുക്കറിയാൻ സാധിക്കുന്നത്. എപ്പോഴും ഒരു നിശ്ചല തത്വത്തിന് മാത്രമേ ചലനങ്ങളെ അറിയാൻ പറ്റൂ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വത്തിന് ചലനത്തെ എങ്ങനെ അറിയാൻ പറ്റും? അതിന് ഉദാഹരണം അവർ പറയുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളിന് ട്രെയിൻ ഓടുന്നു, ആ ചലനം അയാൾക്ക് അറിഞ്ഞുകൂടാ. അതേസമയം ട്രെയിൻ ഓടുന്നുണ്ടെന്ന് ചലിക്കുന്നത് അറിയണമെങ്കിൽ ഇയാൾ നിശ്ചലമായിട്ട് തറയിലിറങ്ങി നിൽക്കണം. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് ട്രെയിൻ ഓടുന്നത്. ഇനി പോട്ട്, ട്രെയിൻ ഓടുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ വെളിയിൽ നോക്കിയാലും മതി. അപ്പം നമ്മുടെ അനുഭവം എന്തിനാണ്? വയലും തെങ്ങും വയലേലകളൊക്കെ ഓടുന്നതായിട്ട് താൻ അവിടെ നിശ്ചലമാണ്. അപ്പം നോക്കണേ, വിപരീത അധ്യാസത്തിന് നല്ലൊരു ഉദാഹരണമാണിത്. വാസ്തവത്തിൽ ചലിക്കുന്നത് ട്രെയിനാണ്, പക്ഷെ വെളിയിൽ നോക്കുമ്പോൾ അവിടെ പുരയിടങ്ങളൊക്കെ ഓടുന്നതായിട്ടാണ് കാണുന്നത്. തെങ്ങും മാവും ഇതെല്ലാം ഓടുന്നതായിട്ടാണ്, വയലേലകൾ. ഈ ഒരു വിപരീതം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മളിപ്പോൾ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഇവർ പറയുന്ന ആ സൂക്ഷ്മത, മനസ്സിൻ്റെ ആ സൂക്ഷ്മത, എന്നുവെച്ചാൽ ഏകാഗ്രത. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം മനസ്സിന് ഏകാഗ്രത ഉണ്ടായി, അതാണ് സൂക്ഷ്മപ്പെട്ടു എന്ന് പറയുന്നത്. അതുപോലെ മനസ്സിന് വേറൊന്നുണ്ട്, ശുദ്ധി. മനസ്സിൻ്റെ ശുദ്ധി, മനസ്സിൻ്റെ ഏകാഗ്രതയും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ അർത്ഥം സ്ഥൂലത്തിലേക്ക് മനസ്സ് പ്രയാണം ചെയ്യാൻ പാടില്ല. സ്ഥൂലത്തിലേക്ക് മനസ്സ് പ്രയാണം ചെയ്യാതിരിക്കണമെങ്കിൽ സുഷുപ്തി വന്നാലേ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ അവർ പറയുന്നു സുഷുപ്തിയിൽ മനസ്സ് ലയിച്ചു പോകുന്നു, അതുകൊണ്ട് പ്രയോജനവുമില്ല. പിന്നെ വേദങ്ങളെ പിടിച്ചുകൊണ്ട് പരമാർത്ഥത്തിൽ ബോധവാനായാൽ, അവർ പറഞ്ഞ ഈ ലോക വിഷയങ്ങളിൽ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ സുഖമിരിക്കുന്നു, ഇത് നമുക്ക് കൂടിയേ തീരൂ, ഇതില്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെയുള്ള പൂർവ്വനിശ്ചയങ്ങളാണ്. ശ്രുതി ഈ പൂർവ്വനിശ്ചയങ്ങളെയാണ് തകർക്കുന്നത്. മുൻവിധികളാണ്. മുൻവിധിയോടുകൂടിയാണ് നമ്മൾ ഈ ലോകത്തെ നോക്കിക്കാണുന്നത്. മുൻവിധിയാണ്. കാരണം അത് നമ്മളിപ്പോൾ പഠിച്ചതല്ല, ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ പഴകിയ ഒരു വാസന ഇതിലിരിക്കുകയാണ്. ആ വാസനയ്ക്കൊത്താണ് ഈ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഈ വാസന എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അത് വാസന നശിപ്പിക്കാമെന്നത് എളുപ്പമേ അല്ല. ഇത് പറയുന്ന ഉദാഹരണം ഇതാണ്. ഒരു കരുവാട് ഇട്ട് ഒരു പോണി, ആ പോണി എത്ര കഴുകിയാലും കരുവാടിൻ്റെ മണം പോകില്ലെന്ന്. പിന്നെ ആ പോണിയിൽ കരുവാടിൻ്റെ മണം പോകാതെ ആ പോണിയെ ചുട്ടുകളയണം. ഇതുപോലെയാണ് അത്രയ്ക്കും ഈ വാസന ഇതിൽ നിന്ന് മാറില്ല. വാസന എന്ന് വെച്ചാൽ ലോകത്തോടുള്ള ഒരു സത്യബുദ്ധിയാണ് വാസനയായിട്ട് നിൽക്കുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതില്ലാതെ പോയതാണ് എൻ്റെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ഇതൊക്കെ ഈ അടിസ്ഥാനമായിട്ട് മുൻവിധിയോടുകൂടി ഇതിൽ ചിന്തിച്ച് അജ്ഞാനികൾ വെച്ചിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ആളുകളെ അവർ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബേസാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. മനസ്സ് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ മനസ്സിൻ്റെ സൂക്ഷ്മതയെ കൈവിടുന്നതിനെയാണ് പ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ വ്യവഹാരം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത കൈവിടുന്നതാണ്. അതിസൂക്ഷ്മമായിട്ട് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു ധ്യാനിക്കാനിരിക്കുമ്പോഴേ അച്ഛൻ പറഞ്ഞു വെടിവെച്ചാൽ അറിയില്ലോ. ശബ്ദം കേട്ട ആളുകൾ ഞെട്ടുമെന്നൊക്കെ പറയുമ്പോഴേ അച്ഛൻ പറയുന്നത് വെടിവെച്ചാൽ അറിയില്ല, എന്ത് സംഭവിച്ചാലും അറിയില്ല, അത്ര സൂക്ഷ്മതയാണ്. അപ്പം ഈ മനസ്സ് ലോകവിഷയങ്ങളിൽ പറ്റിയിരുന്ന ഈ മനസ്സ് ലോകവിഷയങ്ങളൊക്കെ വിട്ട് വിദൂരമായിട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു. ലോകവിഷയങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം വളരെ വിദൂരമായി പോയെന്ന് പറയാം. അച്ഛൻ്റെ ഉദാഹരണത്തിൽ കൂടെ തന്നെ പറയാൻ പറ്റും. കാരണം അച്ഛന് മഹാവാക്യ ശ്രവണം കൊടുത്ത സന്ദർഭത്തിൽ അച്ഛൻ പറയുന്നത് ഇതാണ്. സ്വാമി ഇങ്ങനെ പട്ടും ചുവന്ന പട്ടുമൊക്കെ ഇട്ട് അവിടെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇരുന്നു. സ്വാമി ഉപദേശിക്കാൻ ആരംഭിച്ചു. സ്വാമി പറഞ്ഞു, മോനെ ഞാനിത് പറയാം, മോനെ അത് ഭാവിക്കാൻ പറഞ്ഞു. മോൻ പ്രജ്ഞാനം ബ്രഹ്മമെന്ന് ഭാവിക്കാൻ പറഞ്ഞു. അച്ഛൻ ഭാവിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് സ്വാമി തത്വമസി എന്ന് ഉപദേശിച്ചു. അച്ഛൻ പറയുന്ന ഇതാണ്, സ്വാമി കാതിൽ വന്ന് ഈ തത്വമസി ഇങ്ങനെ എന്തോ കേട്ടത്. പെട്ടെന്ന് തന്നെ അച്ഛൻ ഈ കേൾക്കുന്ന ആളില്ലേ, അതാണ് മനസ്സ്.
മനസ്സില്ലാതായി. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഞാൻ പറയണതാണ്. അച്ഛൻ പറഞ്ഞ അത് പെട്ടെന്ന് അങ്ങ് ഇതായി ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ സ്വാമി മുമ്പേ ഇരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, പക്ഷേ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല. ഇത് സ്വാമിയാണെന്നും ഇത് തൻ്റെ ഗുരുവാണെന്നും, അപ്പോൾ ഗുരുവിനോട് ഉപചാരമായിട്ട് താൻ ബഹുമാനമായിട്ട് നിൽക്കണമെന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, മുൻവിധികളില്ലേ, ആ മുൻവിധികളെല്ലാം അസ്തമിച്ചു. വെറും സ്വാമി അവിടെ ഇരിക്കുന്നു, താൻ ഇവിടെ ഇരിക്കുന്നു. ഇത് തങ്ങളിൽ യാതൊരു ബന്ധമില്ലാതെ അങ്ങനെ ഇരിക്കുന്നു. സോ അച്ഛൻ പറയുന്നു കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഇവരെന്താണ് പറയുന്നതെന്നോ ഇവരെന്താണ് ഭാവിക്കുന്നതെന്നോ ഇവരെന്തൊക്കെ ചിന്തിക്കും ഒന്നും ഒരു വിചാരവും ഇല്ല. മനസ്സെവിടെയോ പൊക്കളെ സമാധിയിലേക്ക് പോയ മനസ്സ് ഇവിടെ വിട്ടാലേ സമാധിയിലേക്ക് പോകാൻ പറ്റും. അതൊരു പക്ഷേ സ്വാമിയുടെയും കൂടെ ഒരു അനുഗ്രഹം കൊണ്ട് സംഭവിച്ചതായിരിക്കും. കാരണം മഹത്തുക്കൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഭയങ്കര കഴിവുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നത് നമ്മുടെ ഈ ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. അച്ഛൻ പറയുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആയല്ലോ, അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ സ്വാമി എന്തൊക്കെയോ പറയുകയും എടുക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ പറയുന്നു കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വളരെ ദൂരെ ആരോ സംസാരിക്കുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടായി. വളരെ ദൂരെ നിന്ന് ആരോ സംസാരിക്കുന്നതായിട്ട് അച്ഛന് തോന്നി. അച്ഛൻ പതുക്കെ ആ മനസ്സ് ഇതിൽ വന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. സ്വാമി മുമ്പേ ഇരിക്കുന്നു. അപ്പോൾ നേരത്തെ സ്വാമി മുമ്പേ അല്ലേ ഇരുന്നു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ള, മനസ്സ് സൂക്ഷ്മപ്പെട്ടാൽ ഈ ലോകമെല്ലാം അസ്തമിച്ചു പോകും. ലോകം എന്ന് പറയുന്നത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ 5 അറിവുകളാണ്. കണ്ടറിയുന്നു ഈ ലോകം, മണത്തറിയാൻ പറ്റും ലോകം, രുചിച്ചറിയുന്നത് ഈ ലോകത്തെയാണ്, കേട്ടറിയുന്നത് ഈ ലോകമാണ്. അങ്ങനെ ശബ്ദത്തിലൂടെയും സ്പർശത്തിലൂടെ സ്പർശിച്ചറിയാം. ഈ 5 പോയി കഴിഞ്ഞാൽ മനസ്സെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മനസ്സ് അതിൻ്റെ യഥാർത്ഥ സൂക്ഷ്മത അത് റീഗെയിൻ ചെയ്യും. റീഗെയിൻ ചെയ്തിട്ട് ഇത് സമാധിയിലേക്ക് പോകും. അതാണ് അതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞ സത്വഗുണമാണ് മനസ്സിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയാൻ കാരണം ഇതാണ്. അവർ പറയുന്നു ഈ സത്വഗുണത്തെ ഈ സവികല്പ സമാധിയെ ഭഞ്ജിച്ചിരിക്കുന്നു. ഈ സമാധി വിഘ്നത്തെ ഉണ്ടാക്കിയാണ് ഈ ലോകം ഇതിൽ പ്രത്യക്ഷപ്പെട്ട് സജീവമായിട്ട് നിൽക്കുന്നതെന്ന്. അപ്പം ചേച്ചിക്ക് ചോദിക്കാം ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ ലോകവുമായിട്ട് പിന്നെ നമുക്ക് ബന്ധം വിടർത്തി നിന്നാൽ നമുക്ക് പ്രയോജനം ഉണ്ടാവുമോ എന്ന് ചോദിക്കും. അത് പറ്റില്ല. കാരണം ശരീരം ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഈ ശരീരം ഉണ്ടായി. ഈ ശരീരത്തിന് അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി ഈശ്വരൻ എപ്പോഴും ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് മുറിച്ചു പോകാൻ ആർക്കും പറ്റില്ല, ജ്ഞാനിക്ക് പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഈ ജ്ഞാനികൾ ഇത് അറിയണത്? അവരിത് തിരിച്ചറിയും. ഇത് തിരിച്ചറിയുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് ഈ ലോക വസ്തുക്കളിൽ മേലുള്ള ഭ്രമം ഇല്ലാതായിപ്പോകും. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ലോകവസ്തുക്കൾ തന്നെ ബാധിക്കുന്നില്ലാത്തുള്ള നിലയിലേക്ക് എപ്പോഴും ഒരാൾ ആയിത്തീരുമോ അയാൾക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു. മറ്റേ അങ്ങനെയല്ല. ഈ ശബ്ദം, ഈ സ്പർശം, ഈ രൂപം, രസം, ഗന്ധം, ഇത് 5 പേരല്ല. ഇനി മനസ്സിൻ്റെ തന്നെയുണ്ട് സങ്കല്പങ്ങൾ, വികല്പങ്ങൾ, അതുപോലെ പൂർവ്വകാര്യങ്ങൾ ഓർമ്മിക്കൽ, നിശ്ചയിക്കൽ, ഇതൊക്കെ മനസ്സിൻ്റെ കൽമഷങ്ങളാണ്. ഇതെല്ലാം മാറി ശുദ്ധമായിട്ട് അറിവ് മാത്രമായിട്ട് കുറച്ച് സമയം നിൽക്കുന്നതിനെയാണ് സമാധി. അവർ പറയും മനസ്സറ്റ സമാധി ഏർപ്പെട്ടു. ഇതാണ് നമ്മുടെ യഥാർത്ഥ രൂപം. ഈ രൂപത്തിന് ഒരു 1, 2, 3 പ്രാവശ്യമൊക്കെ കണ്ടവരെയാണ് ജ്ഞാനികളെന്ന് പറയണത്. എങ്ങനെ? പ്രത്യക്ഷമായി കണ്ടു. ഇപ്പം അച്ഛനെ സംബന്ധിച്ച് പറയണമെങ്കിൽ അച്ഛന് അവിടെ വെച്ചുണ്ടായ ആ സമാധി, അച്ഛൻ ആ സമാധി എന്ന് പോലും അറിഞ്ഞൂടാ. പഠിച്ചിട്ടില്ലല്ലോ, ഇത്ര അഗാധമായി പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ പുണ്യം, അപാര പുണ്യമാണ്. പുണ്യത്തിൻ്റെ ഭയങ്കര ലെവലാണ് അവർ. ഏതെന്ന് വെച്ചാൽ തെച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് കുട്ടിക്കാലത്തെ തന്നെ വീട് നോക്കുന്ന കാര്യത്തിൽ ഏർപ്പെടും. അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അത് അദ്ദേഹം വേറെ കല്യാണം കഴിച്ച് വരും. കുടുംബം നോക്കിയത് ആരാണ്? അദ്ദേഹമാണ്. അപ്പോൾ അതിൻ്റേതായ പുണ്യം. പിന്നെ സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. പിന്നെ ഇതിനിടയ്ക്ക്
പട്ടാളത്തിൽ പോയ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം ഞാൻ ഈ വിലയിരുത്തുന്ന വേറൊന്നുമില്ല, ഇതൊരു നല്ല എക്സാമ്പിളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പുണ്യങ്ങൾ നിറയെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ഫലേച്ഛയില്ലാതെ. പക്ഷെ അവർ വിസ്മരിച്ചു. പക്ഷെ അച്ഛൻ്റെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല. കാരണം അച്ഛൻ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞ്, തൻ നിക്ഷിപ്തമായ കർത്തവ്യം എന്ന് പറഞ്ഞ് ഒരമ്മ മക്കളെ വളർത്തുന്ന പോലെ അമ്മയ്ക്ക് അവരുടെ കർത്തവ്യമാണ് കുട്ടികളെ വളർത്തുക. ആ കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല. അങ്ങനെ ഒരു കർമ്മം ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം. മിക്കവാറും അങ്ങനെ ഒരു കർമ്മം ആർക്കും ഇല്ല. ഇതാണ് ലോകത്തിൻ്റെ നിലയാണ്. പക്ഷെ ഇങ്ങനെയുള്ളവർ പിന്നീട് എന്ത് പറയും? മക്കൾക്കൊന്നും കൊടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാണ് എല്ലാവരെയും ഈ കർമ്മങ്ങളിൽ നിന്ന് വിടർത്തി കളഞ്ഞു. മനസ്സിലായില്ലേ? നമ്മളും കുട്ടികളുടെ അടുത്ത് പറയും വേണ്ട, കൊടുക്കണ്ട, കൊടുത്താൽ കിട്ടൂല എന്നല്ലേ പറയുള്ളൂ. അങ്ങനെയല്ല. ഈ കർമ്മം ചെയ്യുന്ന വഴി അന്ധക്കരണത്തിന് ഭയങ്കരമായ ശുദ്ധി ഉണ്ടാവും. ഈ ശുദ്ധിയാണ് പോലും, ഇതാണ് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് അച്ഛന് കുട്ടിക്കാലത്തെ തന്നെ നല്ല പുണ്യം സമ്പാദിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ സമ്പാദിച്ച് വന്ന ഒരാൾ ഇവിടെ രാമഭദ്രാനന്ദ സ്വാമി എന്ന് പറഞ്ഞ ഒരു സ്വാമിയെ വന്നതായിട്ടും അദ്ദേഹത്തെ കാണാനിടയായി. അദ്ദേഹം അനുഷ്ഠാനം കൊടുത്തു. അനുഷ്ഠാനം കൊടുത്തതിൻ്റെ 3 അനുഭവം വന്ന ആളാണ്. കാരണം അങ്ങനെയുള്ളവരാണ് ചേച്ചി. കാരണം ഇവര് ഗുരുക്കന്മാരെയും കടന്നു പൊക്കളയും. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ സ്വാമി തന്നെ അന്തം വിട്ടുപോയി. സ്വാമി 3 അന്ന് ഈ ചോദിച്ച ചോദ്യം ഇതാണ്: സ്വാമി ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഈശ്വരൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊക്കെയാണ് ചോദ്യം. ചോദ്യങ്ങളെല്ലാം വല്ലാത്ത ചോദ്യങ്ങളാണ്. സ്വാമിയെ ആദ്യം വിഷമിച്ചു. സ്വാമി പറഞ്ഞു, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് മായയും മായയിൽ പ്രതിഫലിച്ച ചൈതന്യവും മായയുടെ ധർമ്മങ്ങളും എല്ലാം കൂടി ചേർത്ത് മുഖ്യമായിട്ട് ഈശ്വരൻ എന്ന് പറയും. മനസ്സിൻ്റെ സൂക്ഷ്മത, ഏകാഗ്രത എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നാമം പറയാനും പൂജ ചെയ്യാനും അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉപവാസം ചെയ്യാനൊക്കെ പറഞ്ഞ് വേറൊന്നിനുമല്ല. മനസ്സിൻ്റെ സൂക്ഷ്മത, അതാണ് മനസ്സിൻ്റെ ശുദ്ധിക്കായിട്ടാണ് എല്ലാ കർമ്മങ്ങളും വിധിച്ചിരിക്കുന്നത്. ഈ മഹത്തുക്കളെ എല്ലാം, ഈവൻ നമ്മൾ തത്വവിചാരം ചെയ്യുന്നത് പോലും മനസ്സിൻ്റെ സൂക്ഷ്മത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മനസ്സിനെ സൂക്ഷ്മത ഭഞ്ചിച്ചിരിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലോകത്തോടുള്ള സത്യബുദ്ധി, ഇതാണ് ലോകത്തോടുള്ള ആഭിമുഖ്യം എന്നൊക്കെ വേദം പറയും. സത്യബുദ്ധി എന്ന് വെച്ചാൽ ഇത് പരമാർത്ഥമാണെന്നുള്ള വിചാരം. കാരണം അവർ പറയുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് ഈ ജനിക്കുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു? അറിഞ്ഞുകൂടാ. ശരി, ജനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശാശ്വതമായി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം അച്ഛനും അപ്പൂപ്പനൊക്കെ നമ്മുടെ മുമ്പേ തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടതായിട്ട് അറിയാം. വെക്കേറ്റ് ചെയ്ത് പോയി. അവരെങ്ങോട്ട് പോയി? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ റിയൽ സ്ഥലം ഇതല്ല. ഇത് നമ്മളൊരു വിസിറ്റാണ്. ഇറ്റ്സ് വിസിറ്റ് എന്തിനാണ്? നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. വിവേകത്തോടു കൂടി നിന്ന് അല്പം ജ്ഞാനം ഭഞ്ജിക്കപ്പെട്ടു പോയി. കാരണം സൂക്ഷ്മത പോയതുകൊണ്ട് ആ ജ്ഞാനത്തെ വീണ്ടും ഉണ്ടാക്കണം. കാരണം ജ്ഞാനത്തെ ഉണ്ടാക്കി യഥാർത്ഥ സ്ഥലത്ത് തന്നെ എപ്പോഴും ഇരിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അമ്മയുടെ വയറിൽ കിടക്കുമ്പോഴേ ഒരു പറയുന്നത് ഇങ്ങനെയാണ്: തൊഴുതുകൊണ്ടാണ് ഈ കുട്ടി കിടക്കുന്നതെന്നാണ്. അത് പറയുന്ന പ്രാർത്ഥന എന്ന് വെച്ചാൽ അവർ പറയുന്നു, ഇവർ ഇമാജിനേഷനാണെന്ന് അറിഞ്ഞൂടാ. അവർ പറഞ്ഞു, ഇനി ഞാൻ ജനിച്ച് വീഴുമെങ്കിൽ ദൈവമേ എന്നൊരു വിളിയല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. മാത്രമല്ല, ഇനി ഇങ്ങനെ ഒരു ജനനം എനിക്ക് വരാത്ത വിധത്തിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് വരണത്. വന്ന് വീണുടനെ കണ്ടു അവരെ കഥ, അച്ഛൻ്റെ കഥ കോങ്ങും നിലവിളിക്കും. എന്തെന്നറിയാമോ? ഭീകരന്മാരാണ് പുറകെ നിൽക്കുന്നത്, മുമ്പേയും പുറകെയായിട്ട് നിൽക്കുന്നത്. ആ കുട്ടിക്കറിയാം ഭീകരന്മാരാണ്. പക്ഷെ നമ്മൾ വിചാരം നമ്മളൊക്കെ നല്ല ആളുകളാണ്. കാരണം അതിന് ആ സൂക്ഷ്മത ഉള്ളത് കൊണ്ട് അതിന് ജ്ഞാനദൃഷ്ടിയാണ്. അവിടെ കണ്ണ് ശരിക്കും പതിയുന്നില്ല. കണ്ടത് ഒരാളിന് പതിയില്ല. ശരിക്കും പറഞ്ഞാൽ അത് നിലവിളിക്കുകയാണ്. വിളിയോട് വിളിക്കുമ്പോൾ എന്ത് പറ്റി? ഇവിടെ പറയാം ആരാരോ എന്ന് പറഞ്ഞ് എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിപ്പിക്കും. ഈ കുട്ടി അതിൽ പിടിച്ചുകൊണ്ട് കുറച്ച് തൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് അല്പം ഒന്ന് മാറും എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാവുന്ന 5 സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്നത് തന്നെ ഈ കുട്ടി പൂർണ്ണമായി തൻ്റെ സ്വരൂപത്തെ മറന്ന് ഇങ്ങനെ ആവുന്നത്. പിന്നെ അമ്മ പാല് കൊടുക്കും. അപ്പോൾ വായിൽ കൂടെ അതാണ് രുചി. പിന്നെ കണ്ണുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അതിന് കാണാം.
ഇതിനൊരു കളറുകളും ഒക്കെ കണ്ട് സത്യം പറഞ്ഞാൽ അത് ആദ്യം ഭയപ്പെട്ട കുട്ടി പിന്നീട് അതിന് ഭയരഹിതമാക്കി നമ്മളുടെ തനി സ്വഭാവത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവന്നു. ഇതാണ് നടന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറയുന്നത്. അച്ഛനൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് കേട്ടതാണ് ഈ പറയുന്നത്. എന്ത് കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്ത് വെച്ചിരിക്കണമെന്നറിയാവും. ഇത് നിലവിളിച്ചുകൊണ്ട് വരണ വേറെ ഒന്നുമല്ല. കാണുന്ന ചുറ്റിനും നിൽക്കണത് മാമനായിട്ടും അച്ചമ്പയായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാവരും ഭീകരന്മാരാണ് അവർക്ക്. ഓയ്യോ അത് ഭയന്ന് കിടന്ന് വിളിക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പം ഈ പറയുന്ന രൂപത്തിൽ ഈ 5 അറിവുകളാണ്. ഈ 5 അറിവ് കൊണ്ട് നമ്മളതിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് തനി സാധാരണ ആളാക്കി മാറ്റിക്കളയും. അല്ലെ ഡിവൈനാണ്. പറഞ്ഞത് ഇതാണ്, ഈ ലോകത്തോടുള്ള ആഭിമുഖ്യമാണ്. അത് അങ്ങോട്ട് കയറി എല്ലാവരും മത്തന്മാരായിട്ട് ഭ്രാന്തന്മാരായിട്ട് മാറിപ്പോയി. ഈ ലോകം നമുക്കെല്ലാവർക്കും ആത്മജ്ഞാനം അടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ്. അതിന് എല്ലാവരും എങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ ഏകോദര സഹോദര ഭാവത്തിൽ നമ്മളെ ഗുരുദേവൻ എഴുതിയിരിക്കണില്ലേ, ഇതൊരു സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാകണം എന്നൊക്കെ പറഞ്ഞില്ലേ. എന്താണ് ഈ ലോകം? എല്ലാവരും സോദരത്വേന വാഴുന്നതിൻ്റെ കാരണം എന്താണ്? എല്ലാവരും അന്നമില്ലാത്ത ഒരാൾ അന്നം കൊടുക്കണം മറ്റേ ആൾക്ക്. കാരണം എന്താണ്? ഇവിടെ അന്നം കൊടുക്കാതിരിക്കുക, അതൊക്കെ എന്താണ്? എല്ലാവരും സോദരഭാവത്തിൽ ഒരേ കാര്യത്തിൽ ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുക. ആ ലക്ഷ്യമാണ് ആത്മസാക്ഷാത്കാരം. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളത്. ഇതാണ്. ഇതിനെയാണ് ഇവർ കൃത്രിമമായിട്ട് മാറ്റിമറിച്ച് വേറെ എന്തൊക്കെയോ ആക്കി തരും. അതാണ് പാശ്ചാത്യരുടെ സംസ്കാരം. അവരാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. നമ്മളത് കണ്ടിട്ട് നമ്മളെ കുട്ടികളെ ഒരിക്കലും അങ്ങനെ പ്രേരിപ്പിക്കരുത്. കൂടുതൽ ഇനി കൊച്ചു പിള്ളേർ വരുമ്പോഴേ അവരെയൊക്കെ തീർത്തും ഈശ്വരപരമായിട്ടുള്ള കാര്യത്തിൽ പ്രവർത്തിപ്പിക്കണം. മനസ്സിലായല്ലോ, മനസ്സാന്നിധ്യം, മനസ്സിൻ്റെ സൂക്ഷ്മത, അതാണ് ശുദ്ധി, മനസ്സിൻ്റെ ശുദ്ധി. ഈ ശുദ്ധി നമുക്ക് വരാതെ ഇരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ മുൻവിധിയോടുകൂടി ലോകത്തെ കാണുന്നതാണ്. ലോകം അങ്ങനെയല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഈ ലോകം ഒരു കർമ്മഭൂമിയാണ്. ഇവിടെ വന്ന് വിതയ്ക്കുന്നത് എന്താണോ അത് കൊയ്യാം. എന്ത് വിതയ്ക്കുമോ അത് കൊയ്യാം. നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യാം. അതുപോലെ പയർ വിതച്ചാൽ പയർ കൊയ്യാം. അല്ല, പയർ വിതച്ച് നെല്ല് ആർക്കും കൊയ്യാവില്ല. ഇതുപോലെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തിനാണ് പുണ്യം വിളയ്ക്കണം, പുണ്യം വിളവെടുക്കണം. പുണ്യത്തിൻ്റെ വിളവെടുപ്പാണ് നമ്മൾ ഈ ലോകത്ത് സാധിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. അതാണ് വ്യാസഭഗവാന്റെ ഒടുവിലത്തെ എല്ലാം എഴുതിയിട്ട് അവസാനം എഴുതി വെച്ചു കൊടുത്തു. വെറും പരോപകാരമാണ് പുണ്യം. എന്നുവെച്ചാൽ അന്യർക്ക് സഹായം ചെയ്യുക, ഇഷ്ടംപോലെ സഹായങ്ങൾ ചെയ്യുക. അതിൽ അവർ ചിലപ്പം തന്നെ വെറുക്കുന്നവരോ സ്നേഹിക്കുന്നവരോ അങ്ങനെ നോക്കരുത്. അല്ലാതെ തന്നെ സഹായങ്ങളൊക്കെ ചെയ്ത് ഇത് പുണ്യസമ്പാദനം മാക്സിമം ചെയ്യുക. ഇതാണ് ഈ ലോകത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതും ഈ പുണ്യത്തെയാണ്. പണം ഇവിടെ കിടക്കുകയുള്ളൂ. കീർത്തിയും പേരും പുകഴും എല്ലാം ഇവിടെ കിടക്കും. പക്ഷെ കൊണ്ടുപോകാം, നമുക്ക് അവിടെയും വിനിമയം ചെയ്യാം. അവിടെ എന്ന് വെച്ചാൽ ബ്രഹ്മലോകത്ത് ചെന്നാലും ആരാണ് അവിടെ ആദരിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ പുണ്യശാലികൾ ആദരിക്കുമെന്നുണ്ട്. അവർക്ക് ഇതേപോലെ അവർക്കൊന്നും സംഭവിച്ചില്ല. മരിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും അവർക്ക് മരിച്ചെന്നോ ജനിച്ചെന്നോ ഒരു അനുഭവം ഇല്ലാതെ അവരവിടെ ഇരിക്കുകയാണ്. അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കുകയാണ്. വാസ്തവം പറഞ്ഞാൽ അവരുടെ കൂട്ടരെല്ലാം അവിടെ ഇരിക്കുകയാണ്. ഇതൊരു ഇമേജാണ്, സത്യമല്ല ഇത്. റിയൽ സ്റ്റേറ്റ് വേറെയാണ്. അപ്പോൾ ആ റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടാവും. യഥാർത്ഥത്തെ അറിയണമെങ്കിൽ ഈ ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനത്തിന് വിഘാതമായി നിൽക്കുന്നത് വേറൊന്നുമല്ല, ഈ പ്രപഞ്ച സത്യബുദ്ധിയാണ്, ലോക സത്യബുദ്ധി. ഇതിനെ എങ്ങനെ പിൻവലിക്കാൻ കെടുത്താന്ന് ചോദിച്ചിട്ട് ഒരു ഉപായമില്ല. കാരണം ഈ ശരീരം ഇരിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തോട് ബന്ധപ്പെടാതെ നിൽക്കാൻ പറ്റൂല. ഇവിടുത്തെ വെള്ളം നമുക്ക് വേണം, വായു വേണം, അഗ്നി വേണം, ജലം വേണം, എല്ലാം വേണം. ഈ ഭൂമി നമുക്ക് വിളവെടുക്കുന്ന ഭൂമി എന്നല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രിയപ്പെട്ട വസ്തുക്കളായിരിക്കെ
എങ്ങനെയാണ് ഇതുമായിട്ടുള്ള ബന്ധപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കുന്നതെന്ന് ചോദിച്ച് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇരിക്കട്ടെ, പ്രാരബ്ധവശാൽ വന്ന ഈ കാര്യത്തിൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കൂ, ബാക്കി വിട്ടുകളയൂ എന്ന് പറഞ്ഞു. കേട്ടോ, പറഞ്ഞോട്ട് സന്യാസിമാർ ഒരു ഭക്ഷണമില്ലാതെ പറ്റൂലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഒരു ചെടിയുടെ ഒരു ഇല പോലും പറിക്കില്ലെന്നാണ്. എന്നാൽ അതും ഒരു ഹത്യയാണ്. പക്ഷെ തറയിലിങ്ങനെ വീണ് കിടക്കൂലേ, ആ ഇലയാണ് പറക്കി തിന്നുന്നത് സന്യാസിമാർ. കാരണം തറയിൽ വീണ ഇല അത് വേറെ ആർക്കും ഒരു ഉപദ്രവം ഇല്ലല്ലോ, അതിനെയാണ് അവരെടുത്ത് ചവച്ച് തിന്നുന്നത്. പിന്നെ അവർ കണ്ടുപിടിച്ച വേറൊന്നാണ്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ജീവികൾക്കെല്ലാം അറിവിൻ്റെ വ്യത്യാസത്തിലാണ് പലതായിട്ട് നിൽക്കുന്നത്. അപ്പം മീനെന്ന് പറഞ്ഞാലും പശു, ആട്, പക്ഷികൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാലും ഉള്ള വ്യത്യാസം അവർ പറയുന്നു മീനിന് ഒരു അറിവേ ഉള്ളതാണ്. അതുകൊണ്ട് അതിന് ഒരു ശരീരം പോകുന്നത് അറിവ് പോലും ഇല്ലെന്നത്. അതുകൊണ്ടാണ് മത്സ്യം ഉപയോഗിക്കുന്നതിൽ അവർ അത്ര വലിയ കുറ്റമായിട്ട് പറയുന്നത്. എന്നാൽ അതുപോലെയല്ല ആടുമാടുകൾ, അത് ഭയങ്കര പാപമാണ്. പാപം എന്ന് വെച്ചാൽ അതൊരു ഹിംസ നടക്കില്ല, ഹിംസ വരാൻ പാടില്ല. ഇതൊക്കെ കൊണ്ടാണ് ഈ ആധ്യാത്മികമായി ചരിക്കുന്നവർക്ക് ഹിംസ ചെയ്യാൻ പാടില്ലെന്നാണ്. അനുഭവം വരണമെങ്കിലേ മനസ്സ് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ രൂപത്തിലെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിനെ സ്വാധീനിക്കും. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മനസ്സിനെ സ്വാധീനിക്കും. നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലെ കൊണ്ടൊന്നും ചേർക്കും. അതുകൊണ്ടാണ് മാംസാഹാരങ്ങൾ കഴിക്കരുതെന്ന് അവർ പറയും. മത്സ്യവും കഴിക്കാൻ പാടില്ല. പക്ഷെ മത്സ്യം വേണമെങ്കിൽ അല്പമൊക്കെ വേണമെങ്കിൽ കഴിക്കാം. കാരണം അത് ഈ പറഞ്ഞ അതിനവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരറിവുള്ള ഒരു ജീവിയാണ് മത്സ്യം. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു ഹിംസ ആവില്ല. ജലപുഷ്പം എന്നാണ് ബ്രാഹ്മണർ ഇതിനെ പറയുന്നത്. ജലപുഷ്പം അങ്ങനെയാണ് മീനിൻ്റെ വേറൊരു പേരാണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു പെട്ടൻ അവിടെ വന്നിട്ട് പറഞ്ഞു, സ്വാമി മത്സ്യത്തെ പറ്റിയൊക്കെ എന്ത് പറയുന്നു, നമ്മൾ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ മത്സ്യം കഴിക്കുകയില്ല സ്വാമി, മറ്റുള്ളവരെ പോലെ അല്ല സ്വാമി എന്ന് പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കരിക്ക് അവിടെ വരും. ദാഹിച്ച് തളർന്ന് നടന്ന് ക്ഷീണിച്ച് വന്നല്ലേ, എടോ ആ കരിക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കടോ ഇയാക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആരോ വന്ന് കരിക്ക് പൊട്ടിച്ചു കൊടുത്തു. കുടിച്ചുകൊണ്ട് ഒരു തടിയ മീനോ അയാൾ തുപ്പി. സ്വാമി പറഞ്ഞു, ജലമാണോ മത്സ്യമുണ്ട്, തനിക്ക് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ജലം കുടിക്കുന്നവരെ മത്സ്യം കഴിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ചെറിയ ചെറിയ കൃമികളുണ്ട്. അത് മത്സ്യത്തിൻ്റെ രൂപം തന്നെ അതിലും. കുറച്ചുകൂടെ വലിയ ലെൻസൊക്കെ വെച്ച് നോക്കിയാൽ കാണാനും പറ്റുമെന്ന് സംഭവം. അപ്പോൾ അയാൾ പേടിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ അയാളുടെ അടുത്ത് പറയാണ്, ജലം കുടിക്കുമോ താൻ എന്ന് ചോദിച്ചു. കുടിക്കൂ സ്വാമി, പക്ഷെ മത്സ്യം കഴിക്കൂല. അപ്പോഴാണ് കരിക്കൊക്കെ വീണൊക്കെ എന്തിനാണെന്ന് നമുക്കറിഞ്ഞൂടാ. അപ്പോൾ ഇയാൾക്ക് ദാഹമുണ്ട്. ഇതാ പിന്നെ ഒരാളിനെ കൊണ്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ മോട് പൊട്ടിച്ച് കൊടുത്ത് അയാളിങ്ങനെ കുടിച്ചപ്പോൾ കാണാം എന്തോ ഒന്ന് വായിൽ തടഞ്ഞു. അയാൾ തുപ്പിയപ്പോൾ ഒരു മീൻ, അത് ഇത്തിരി വലിയ മീനാണ്. സ്വാമിയുടെ സിദ്ധിയും കാണും. പക്ഷെ ഒരു കാര്യം സ്വാമി പറഞ്ഞത് ശരിയില്ലേ, എന്നാൽ ഇതിൽ നമ്മുടെ എഴുത്തച്ഛന് രാജകൊട്ടാരത്തിലാണ് ഊണ്. അപ്പോൾ അന്നത്തെ കാലത്ത് രാജാവിൻ്റെ സദസ്സിലെ വലിയ കൂടിയ ആളാണ് ഇവരൊക്കെ. കാരണം ഇവരിങ്ങനെ എഴുതും, കാവ്യങ്ങൾ ചമയ്ക്കും, അവരെയൊക്കെ പ്രത്യേകിച്ച് കണക്കാക്കും. ഇവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആൾ ശ്രദ്ധിക്കും. ഇയാൾ എന്തോ ഒരു പൊതി അഴിക്കും, ഇടയ്ക്ക് ഒരു പൊതി അഴിച്ചിട്ട് അതൊന്ന് ഇങ്ങനെ കടിച്ചിട്ട് പിന്നെ അത് ചുരുട്ടി അങ്ങ് വയ്ക്കും. എഴുത്തച്ഛൻ ഒടുവിൽ അയാൾ വളരെ തന്ത്രപരമായി കണ്ടുപിടിച്ചു കരുവാട്. ഇയാൾ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, രാജാവേ, ഈ എഴുത്തച്ഛനില്ലേ ഇയാൾ കരുവാട് കൊണ്ടുവച്ച് കഴിക്കുകയാണ്. താൻ കണ്ടു കൈയോടെ പിടിക്കണം. അതാണ് അവർ പറയുന്നത്, തൊണ്ടിയോടുകൂടി പിടിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം
കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പൊതി എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ കൈ പിടിച്ചു. അപ്പോൾ പൊതിയോടുകൂടി കൈ കിട്ടി. രാജാവ് ഓടി വരും, ഇയാൾ ഇതാണ് ചെയ്യണം. രാജാവ് വന്നു നോക്കിയപ്പോൾ ശരി തന്നെ, ഒരു പേപ്പർ പൊതി. ആ പൊതി ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്, വിടുന്നില്ല. ആ പിടിച്ച് വാങ്ങിച്ചു നോക്കിയപ്പോൾ കാണാം ഗ്രന്ഥം. ആ പണ്ടത്തെ ഈ ഗ്രന്ഥം, ഓലക്കെട്ടുകളാ, ഇങ്ങനെ ഇത്ര ഉള്ള ഓലക്കെട്ട് പൊതിഞ്ഞ് വെച്ചേക്കും. അവർക്ക് എന്ത് വേണോ അതിൽ മാറ്റിക്കളയാൻ പറ്റുമല്ലോ. കാരണം അത് രാജാവ് അറിഞ്ഞ്, ലോകം അറിഞ്ഞാൽ അത് പ്രശ്നമാണ്. അവർ രഹസ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരുടെ ശരീരത്തിന് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അവർ രഹസ്യമായിട്ട് ചെയ്തത്. അത് വെളിയിൽ പറഞ്ഞില്ല, വെളിയിൽ പറയുകയില്ല, അത് വേറെ ആളുടെ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഇതാണ് ഇപ്പം നമ്മളിവിടെ എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞ ഇതാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മനസ്സിനെ സ്വാധീനിക്കും, നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ മനസ്സിനെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് നല്ലവരോട് മാത്രമേ ബന്ധം വരാവൂ എന്ന് പറയണത്. നല്ല ശുദ്ധാത്മാക്കളുമായിട്ട് ഉള്ള വരണം. നല്ലവരെന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, സജ്ജനങ്ങളെന്ന് പറഞ്ഞാൽ മഹത്തുക്കളെയാണ് പറയണത്. മഹത്തുക്കളുമായിട്ട് സഹവസിക്കണം. അങ്ങനെ വരുമ്പോൾ അറിയാതെ മനസ്സ് ശുദ്ധമാവുക. കാരണം അവിടെ ഈ പറയുന്ന ഈ ലോക കാര്യങ്ങളുടെ പരാമർശങ്ങളില്ല. സ്വാമിയോടൊക്കെ ആരും പറയുകയില്ല. ഇതാണ്. അപ്പം മനസ്സിന്റെ സൂക്ഷ്മത ഇവിടെ വായിച്ചു നിർത്തിയ അതാണ്. മനസ്സിന്റെ ആ സൂക്ഷ്മത വന്നാൽ താൻ പൃഥക്കായിരിക്കുന്ന ആ രഹസ്യം ഇയാൾക്ക് ബോധ്യപ്പെടും. പൃഥക്കായിട്ട് ഈ ആത്മാവാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആധാരമായും അധിഷ്ഠാനമായിരിക്കുന്നതെന്നുള്ളത് ബോധ്യമാകും. അതിന് സ്വാമി പറഞ്ഞ ഇങ്ങനെയാണ്, നമുക്കിപ്പോൾ കയറ് കാണുന്നില്ല, പക്ഷെ പാമ്പ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ പാമ്പിനെ പരിശോധിക്കാൻ പറഞ്ഞു. അനാത്മ വസ്തു, അനാത്മ വിഷയമായിരിക്കുന്ന പാമ്പാണ്. അത് കയറ് അതായത് സത്യം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നു, ഈ ആരോപിക്കപ്പെട്ട പാമ്പ് മാറി അതിൽ അധിഷ്ഠാനമായിരിക്കുന്ന രജ്ജു, അതായത് കയറ് പ്രകാശിക്കുക. നേരത്തെ അങ്ങനെ തന്നെയാണ് നടന്നത്. കയറ് തന്നെയാണ് പ്രകാശിച്ച് പാമ്പെന്നുള്ള ഒരു ഭ്രമത്തെ ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ കയറ് തന്നെയാണ്. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ട്? നമ്മുടെ ബുദ്ധി ശുദ്ധമല്ല, മനസ്സ് ശുദ്ധമല്ല, ഏകാഗ്രതയുമില്ല. ഇതാണ് കാരണം. ഇതിനെയാണ് അവർ പറയുന്നത് വിചാരമാണ്. വിചാരം വിവേകം. ഈ വിവേകം കൊണ്ട് ലോകകാര്യങ്ങളെ നന്നായി വിമർശിക്കാനാണ് പറയുന്നത്. ലോകതത്വങ്ങളെ നന്നായി ശങ്ക പോവും ഇല്ലേ, പറഞ്ഞില്ലേ? രാമായണത്തിൽ പറയുന്നതാണ്. ഇതിനെല്ലാം വിമർശിക്കണമെന്നാണ് പറയുന്നത്. ഇതിനൊന്നിനെയും അംഗീകരിക്കരുത്, ഇതിനെ അക്സെപ്റ്റ് ചെയ്യരുത്, അംഗീകരിക്കരുത്. അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പാട്ടിലായി. ഇതിനെ അംഗീകരിക്കാതെ ആരെങ്കിലും വന്ന് പറയണോ, അയ്യോ അറിഞ്ഞോ ഇങ്ങനെ ഒരു സംഭവം നടന്നു, അത് അവള് ഇങ്ങനെ പറഞ്ഞു, ഇവള് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് തങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അല്പം പോലും കേൾക്കുകയും ചെയ്യരുത്, അതിലൊരു വാല്യൂ പോലും കൊടുക്കരുത്. കാരണം എന്താണെന്നറിയാം, ലോകമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതാണ് അജ്ഞാനത്തിൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെ പാടെ നിരാകരിച്ച് നിൽക്കും ശുദ്ധാത്മാക്കൾ. എന്നാൽ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്നാലും അവക്കാണോ പറ്റിയത് എവക്കാണോ പറ്റിയതെന്ന് ചോദിച്ച് തങ്ങളിൽ ഏതോ ഒരു പാർഷ്യാലിറ്റിയൊക്കെ ഉണ്ടാക്കി അവളോടൊരു ഇപ്പോൾ ഒരു കൂറ് ഇവളോടൊരു വെറുപ്പ് ഒക്കെ ഉണ്ടാക്കി നിൽക്കും. എന്നിട്ട് അവക്കാണ് പറ്റിയ നന്നായി പോയി എന്ന് പറയും. എനിക്ക് മനസ്സിലായ ഞാനിതിൻ്റെ ആ ഒരു ലോക തത്വങ്ങളെ നമ്മൾ എങ്ങനെ സമീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പാടെ തള്ളിക്കളയണമെന്നാണ് വേദം പറഞ്ഞിരിക്കുന്നത്. ലോകകാര്യങ്ങൾ ഇങ്ങനെയല്ലേ നിൽക്കുകയുള്ളൂ. വ്യവഹാരത്തെ ഉണ്ടാക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നിൽക്കും. ഇതിനെ എങ്ങനെ കേൾക്കണം, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, ഇതിനെ അക്സെപ്റ്റ് ചെയ്യരുത്, ഇതിനെ പാടെ തള്ളിക്കളയണം. എന്നിട്ട് നമ്മൾ ഒന്നും കേട്ടില്ല, ഒന്നും ചിന്തിച്ചില്ല, ആ രൂപത്തിൽ അങ്ങ് നിന്ന് കളയണം. ഇങ്ങനെ നിന്ന് പതുക്കെ വരുമ്പോൾ മനസ്സ് ശുദ്ധമാവും. രജ്ജു സർപ്പത്തെ വിചാരിച്ചാൽ രജ്ജുവിനെ അറിയാൻ അയക്കാതെ മറച്ചിരുന്ന ആവരണം എങ്ങനെ നഷ്ടമായോ, അതുപോലെ കോശസാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ സൂക്ഷിച്ച് വിചാരിച്ചാൽ ആത്മാവിനെ കാണുന്നില്ല, ആത്മാവ് തോന്നുന്നില്ല എന്ന് മറച്ചുകൊണ്ടിരുന്ന ആവരണം നീങ്ങിപ്പോകും. ആവരണം നഷ്ടമായ ഉടനെ സൂര്യനെ മറച്ചിരുന്ന മേഘം നീങ്ങിയാൽ സൂര്യനെ സ്ഫുടമായി കാണുന്നത് പോലെ ആത്മാവ് സ്ഫുടമായി അറിയപ്പെടും. ഇവിടെ ഈ കാർമേഘം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ചിന്തകളാണ്,
ചിത്തത്തിൻ്റെ വിചാരം എന്ന് പറഞ്ഞുകൂടാ. ചിന്തകളെന്ന് പറഞ്ഞാൽ സങ്കല്പ വികല്പങ്ങളാണ്. കാരണം നമ്മൾ സങ്കല്പ വികല്പം എങ്ങനെയാണ് അതിലുണ്ടാവണമെന്ന് അറിയാമോ? സങ്കല്പം ഉണ്ടാവുന്നതിന് കാരണം യഥാർത്ഥം അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം കയറെന്നുള്ളത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അതിൽ സങ്കല്പമായിട്ട് പാമ്പ് ഉണ്ടായത്. പിന്നെ ആ സങ്കല്പം ആ ഇല്ലാത്ത പാമ്പിനെ പിടിച്ചാണ് നമ്മളുടെ വ്യവഹാരം മുഴുവൻ നിൽക്കുന്നത്. വാസ്തവത്തിൽ വ്യവഹരിക്കത്തക്ക എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. പക്ഷെ അത് ശരിക്കും നോക്കി അറിയാനൊക്കാതെ വന്നപ്പോൾ, അതായത് വേദചക്ഷുവിലൂടെ ഇതിനെ നോക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ ഒരു സങ്കല്പമാണ് ഉണ്ടായത്. ഈ സങ്കല്പം ആ യാഥാർത്ഥ്യത്തിന് മറച്ചുകളഞ്ഞു. എപ്പോഴും സങ്കല്പം യാഥാർത്ഥ്യത്തിന് മറയ്ക്കുന്ന രൂപത്തിലാണ് സങ്കല്പം ഇതിലുണ്ടാവുന്നത്. സങ്കല്പം എന്ന് വെച്ചാൽ ഒരു ഒരു ഭ്രമമാണ്. അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് അവർ പറഞ്ഞത് ഈ കയറിലെ പാമ്പ്. ഒരു സങ്കല്പമാണ്. സ്ഥാണുവിൽ പുരുഷൻ, മുത്തുച്ചിപ്പിയിൽ വെള്ളി, ഇതൊക്കെ ഒരു സങ്കല്പമാണ്. അപ്പോൾ മുത്തുച്ചിപ്പി ശരിക്കും കാണാതെ വന്നപ്പോൾ ആ സൂര്യപ്രകാശം കൊണ്ടുണ്ടായ ആ തിളക്കത്തിൽ അത് വെള്ളിയെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ തെറ്റിദ്ധാരണയാണ് ഉണ്ടാവുന്നത്. തെറ്റിദ്ധാരണാജനകമായ ഒരറിവാണ് സങ്കല്പം. വാസ്തവത്തിൽ സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ് സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ. വാസ്തവത്തിനല്ല. വാസ്തവത്തിന് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. അത് പകൽ പോലെ ശുദ്ധമായി അറിയപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോകം തന്നെ അറിയാത്തത് കൊണ്ട് വന്ന ഒരു സങ്കല്പമാണെന്ന് അവർ പറഞ്ഞു. പറയാൻ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുക വെച്ചു. കാരണം അവർ പറയുന്നു ഈ ലോകം നോക്കൂ, നിങ്ങൾ തന്നെ നോക്കൂ, സുഷുപ്തിയിലുണ്ടോ ഈ ലോകം? പോട്ടെ, കേവല സ്വപ്നത്തിലുണ്ടോ ഈ ലോകം? ഇല്ല. താൻ സമ്പാദിച്ച പണപ്പെട്ടി, താൻ ചെയ്തു വെച്ച കാര്യങ്ങൾ, തൻ്റെ പേര്, പുകഴ്, ഇതെല്ലാം സുഷുപ്തിയിൽ ആർക്കെങ്കിലും ഉണ്ടോ ഓർമ്മ? ഇല്ല. അപ്പോൾ അത്രയ്ക്കും ഒരു തോന്നലുകളായിരിക്കുന്ന കാര്യങ്ങളിൽ സത്യബുദ്ധിയോടുകൂടി നിന്ന് മനസ്സിനെ എപ്പോഴും ശോഭിപ്പിച്ച് ഈ സമാധി വിഗ്രഹം ചെയ്ത് നമ്മളിരിക്കുന്നു. ഇതാണ് വേദത്തിൻ്റെ മുടിവ്. പക്ഷെ എങ്കിലും ഈ യാഥാർത്ഥ്യത്തെ ഉണർന്നാൽ ഈ ചലനത്തിനൊക്കെ കുറേ കുറവുകൾ സംഭവിക്കും. എന്നുവെച്ചാൽ അതിന് പഴയ കണക്കല്ല. പണ്ട് നമ്മളിരുന്ന പോലെയാണോ ഇപ്പം നമ്മളിരിക്കണമെന്ന്? അല്ല. കാരണം നമ്മൾ കുറേശ്ശെ അറിവ് വെച്ച് വരുന്നതനുസരിച്ച് മാറ്റങ്ങളുണ്ട്. പണ്ട് കളിപ്പാട്ടം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോയി ചാടി ചാവുമായിരുന്നു. ഇപ്പം കളിപ്പാട്ടം അഥവാ തന്നാലും നമ്മൾക്ക് അത് അനുസരിച്ച് അത്ര സുഖവും തോന്നില്ല. അതും കളഞ്ഞിട്ട് നമ്മൾ പോകും. അറിവിൻ്റെ വ്യത്യാസം കൊണ്ട് ലോകവസ്തുക്കളിൽ ഇരിക്കുന്ന ഭ്രമം മാറി മാറി വരെയാണ്. വാസ്തവത്തിൽ അവർ പറയുന്നു, നല്ല അറിവ് വെച്ച ഒരാൾക്ക് ഈ ലോക വിഷയങ്ങളിൽ ഒരു ഭ്രമവുമില്ല. അതുകൊണ്ടാണ് ഈ അറിവിനെ ഈ ശാസ്ത്രമുഖേന നമ്മൾ വളർത്തുക. നല്ല തുറന്ന അറിവുള്ളവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. അവർക്ക് ഈ ലോക വസ്തുക്കളിൽ ഭ്രമം മുഴുവൻ അറ്റുപോയി. അതിൻ്റെ ഫലമോ മനസ്സ് പ്രവർത്തിക്കുന്നില്ല. മനസ്സ് സൂക്ഷ്മപ്പെട്ട് എപ്പോഴും സമാധിയിൽ നിന്ന് തൻ്റെ സ്വരൂപത്തെ എപ്പോഴും അവർ ഐക്യം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ശരീരം പ്രാരബ്ധം തീരുന്നത് വരെ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് പ്രാരബ്ധ അവസാനം ആരെങ്കിലും എടുത്ത് കുഴിച്ച് സമാധി വെച്ച് അവരെങ്ങും പോകുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സമാധിയുടെ പ്രത്യേകത എന്നറിയുന്നത്? ലോകത്ത് എവിടെ നോക്കിയാലും ഒരു വലിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സമാധി കാണും. ബോഗർ മഹർഷിയുടെ സമാധി സ്ഥാനമാണ് പളനി മുരുകൻ. അതുപോലെ മഹാദേവ ക്ഷേത്രം കളക്കോട് മുനിയുടെ സമാധി സ്ഥാനമാണ്. ഈ സമാധിയായവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ അറിയത്തക്കവരുണ്ടെങ്കിൽ അവർ സമാധി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ശിവലിംഗം പിന്നെ പ്രതിഷ്ഠിച്ച് അതിൽ ദൈവമായിട്ട് ആ കോവിലായിട്ട് ആരാധിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അതിന് ഫലം കൊടുക്കുന്നത് അതിൻ്റെ അടിയിൽ ഇരിക്കുന്ന ആ സമാധിസ്ഥനായ ആ മഹാത്മാവാണ്. വാസ്തവത്തിൽ അതാണ്. കല്ലിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ ചേച്ചിയെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ കല്ലുണ്ടാക്കുന്ന ഒരു മലയിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു പീസ് ഓഫ് കല്ലിലല്ലേ, അതിന് ശില്പി അത് റൗണ്ടാക്കി ഉരുട്ടി എടുക്കും. അതാണ് ശിവലിംഗം. അതിൽ മേളിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം അതിനുണ്ടോ? ഇല്ല. പക്ഷേ ഇത് അടയാളമായിട്ടാണ് സ്ഥാപിച്ചത്. എന്തിൻ്റെ അടയാളം? സമാധിസ്ഥാനമാണെന്നുള്ള അതിൻ്റെ അടയാളമാണ് ശിവലിംഗം. ലിംഗം എന്ന് വെച്ചാൽ അടയാളം എന്നർത്ഥം, വേറെ ഒന്നുമില്ല. പക്ഷേ ആളുകൾ
അത് ഓർമ്മിക്കാതെ അതിൻ്റെ മുകളിലിരിക്കുന്ന കല്ലിൽ നോക്കിക്കൊണ്ട് ദൈവമെന്ന് വിചാരിച്ച് അതിലെന്തൊക്കെയോ ചെയ്തു ഇവരെന്തൊക്കെയോ ചെയ്യുന്നു. ഇതാണ് മഹത്തുക്കൾ പറഞ്ഞു തന്ന രഹസ്യം. നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. അവിടെ ആ സമാധിസ്ഥനായിരിക്കുന്ന ആ സ്വാമി, അദ്ദേഹമാണ് നമുക്ക് അനുഗ്രഹം തരുന്നത്. വാസ്തവത്തിൽ അതിനെ ഭജിച്ചാൽ അതിൽ അനുഗ്രഹം വരണമെങ്കിൽ ആ സ്വാമിയുടെ അനുഗ്രഹം വരും. പിന്നെ എല്ലാ സങ്കല്പങ്ങളാണ് എല്ലാം. അത് തന്നെ പിന്നെ സാത്വിക സങ്കല്പങ്ങളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. അത് സങ്കല്പമാണ്, സാത്വിക സങ്കല്പം എന്നാണ് എൻ്റെ പേര്. അത് നമുക്ക് ആദ്യകാലങ്ങളിൽ വേണം. ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് അത് വേണം. കാരണം ഈ ലോകത്തെ നയിച്ചുകൊണ്ട് പോകുന്ന ഈ സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്ന 3 പേരാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. ഈ 3 പേരും വാസ്തവത്തിൽ ആദരണീയരാണ്, ജ്ഞാനികളാണ്. കൈവല്യം പറഞ്ഞവർ ജ്ഞാനികളെന്നാണ്. 3 ജ്ഞാനികളെ, പ്രബലമായ 3 ജ്ഞാനികളെയാണ്. ശിവൻ ജ്ഞാനിയാണ്, അതുപോലെ വിഷ്ണു ജ്ഞാനിയാണ്. ഒരു 3 ഗുണത്തിൽ ജ്ഞാനത്തിൽ ഇരിക്കുന്നവരാണ് ഇവർ 3 പേര്. എപ്പോഴും ഗുരുക്കന്മാരെ ആരാധിച്ചാൽ നമുക്ക് ആ ഒരു അനുഗ്രഹം വരും, ഗുരു അനുഗ്രഹം വരും. ഇവരെ അങ്ങനെ തന്നെ. അപ്പോൾ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ സൂക്ഷ്മത നമുക്കില്ല. നമുക്ക് ഈ പറയുന്ന അവർ പറയുന്ന ഈ കഥയില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് മനസ്സിനെ ഇളക്കുന്ന ഒരു പ്രകൃതം, അത് എന്തോ ഒരു ജന്മാന്തരങ്ങളായിട്ട് പഴകി വന്നിരിക്കുന്നവരാണ്. അവർ PhD എടുത്തിരിക്കുകയാണ് അതിൽ. ഇതിനെയാണ് അവർ വച്ചുപേക്ഷിക്കാൻ പറയണത്. ഉപേക്ഷിച്ചിട്ട് നീ സ്വസ്ഥനാകൂ. നീ ഉറങ്ങുമ്പോഴേ നീ എല്ലാം വിസ്മരിച്ച് ഉറങ്ങുന്നില്ലേ? അതുപോലെ ധ്യാനിക്കുമ്പോഴും അതേപോലെ നീ ധ്യാനിക്കാൻ നോക്കിയാൽ നിനക്ക് ഒരു പക്ഷേ പുണ്യം കൂടെ ഉണ്ടെങ്കിൽ മനസ്സിൻ്റെ സൂക്ഷ്മത വന്ന് ഈ സമാധിയെ ഉണ്ടായി ഈ അനുഭവം നിനക്കുണ്ടാവും. അതാണ് കരതലാമലകം പോലെ തൻ്റെ ആത്മസ്വരൂപത്തെ അറിയിക്കുമെന്ന് പറഞ്ഞു. ഇത്രയാണ് ഈ പോർഷൻ നമ്മൾ വായിച്ചതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഒരു പറയുന്നു, പഞ്ചകോശത്തെയും വിചാരിച്ച് താനല്ലെന്ന് തള്ളി പിന്നെ ഇവകൾക്ക് സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ കാണുമ്പോൾ ഈ ആത്മാവ് ഒന്നുമില്ലാതെ ആകാശത്തേക്കാൾ കോടി മടങ്ങ് സൂക്ഷ്മമായി ശൂന്യമായി കാണുമ്പോൾ കോശങ്ങളെ തള്ളിയാൽ നാം ശൂന്യമായിട്ടല്ലയോ ഇരിക്കുമെന്നുള്ള ഭയം വരും. എന്തുകൊണ്ടെന്നാൽ സർവാതീതമായിരിക്കുന്ന ആത്മാവിൽ പ്രപഞ്ച വ്യവഹാരങ്ങൾ ഒന്നുമില്ലാതെ അതിശൂന്യമായിരിക്കുന്നതിനാൽ അലോക്യമായി കണ്ടത് തന്നെ ആത്മാവോ അല്ലയോ? ഇത് തന്നെയാണ് ആത്മാവായാൽ നാം ഒന്നുമില്ലാതെ പോകുമോ എന്നുള്ള നിരംശ വസ്തുവിനെ കണ്ടും അതിൽ വിശ്വാസമില്ലാതെ അസംഭാവന വരും. ഇതെങ്ങനെയാണ്? ഇതിനകത്ത് വാസ്തവത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒന്നിനെയാണ് ഇവിടെ ശ്രുതികൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയാണെങ്കിലും അതിനെ പിടിച്ചു തരാനൊന്നും അതിന് പറ്റില്ല. പക്ഷെ നമ്മൾ തന്നെ സ്വയം നമ്മുടെ കരണങ്ങളെ ശുദ്ധിയാക്കി താല്പര്യത്തോടു കൂടി ഈ ലോകത്തിൻ്റെ ഒരു പറഞ്ഞു കേട്ടോ, ഇവിടെ വന്നെന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഈ കർമ്മഭൂമിയിൽ നീ വന്നിരിക്കുന്നത് നിന്റെ പ്രാരബ്ധം തീരുന്നതിനകത്ത് ഈ പറയുന്ന ഈ മുക്തി കൈവരിക്കാനാണ്. നീ ഇങ്ങനെ എത്ര ജന്മങ്ങളായിട്ട് ഈ ഭൂമുഖത്ത് വരുന്നവനാണ്. പട്ടിയായിട്ട്, പൂച്ചയായിട്ട്, എലിയായിട്ടും പാമ്പായിട്ടും എത്ര ജന്മം പണിപ്പെട്ടിങ്കാലം മർത്യജന്മത്തിൽ വന്നു. ചുമ്മയാണ് പാടിയത്. പൂന്താനം ഒരു നരിചത്തു നരനായി പിറക്കുന്നു, നാരിചത്തുടനോരിയായി പോകുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു നരിയായി പിറക്കുന്നു. ഓരോ ജന്മങ്ങളും എങ്ങനെയാണ് ഇതിൽ വരണമെന്ന് വരെ പൂന്താനം അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് പാടി വെച്ചതാണ്. ഓക്കെ, കാണാം ഓരോരുത്തരുടെ ജന്മം എങ്ങനെയാണ് വരണം. അങ്ങനെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഇതിനെ പാണിപ്പെട്ടാണ് മർത്യജന്മത്തിൽ വന്നു പിറന്നത്. എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെയുള്ള പുഴുവായിട്ടും പൂച്ചയായിട്ടും അട്ടയായിട്ടും ഒക്കെ ഇനി ജന്മം ഉണ്ടാവരുതെന്ന് വിചാരിച്ച് ഇതിൽ നിന്നൊരു മുക്തി വരാൻ വേണ്ടിയാണ് പോലും ഈ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത്. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥത്തെ അറിഞ്ഞാൽ ഈ മനസ്സിൽ ഈ സങ്കല്പം എന്ന് പറയുന്ന സാധനം ഇല്ലാതെ, അതാണ് നിർവികല്പം. വികല്പങ്ങളില്ലാതെ മനസ്സ് സമാധിയിൽ വന്നു വീഴും. അതോടുകൂടി എന്ത് സംഭവിക്കും? തൻ്റെ യഥാർത്ഥ സ്വരൂപം വെളിവാകും.
ഇതിന് വെളിയായവരാണ് നമ്മുടെ സ്വാമിമാര്. അവരെ സംബന്ധിച്ച് പറയണമെങ്കിൽ പറയാം, അവർ എന്താണോ അറിയേണ്ടത് അതിനറിഞ്ഞു. അതോടുകൂടി അവരുടെ സകല ദുരിതങ്ങളും ഇല്ലാതെ തീർന്നു, മുക്തരായി. ഓം ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ മാരമണ ഭൂതേശ